ശ്രീഹരീയം ദശകം 27 ക്ഷീരാബ്ദിമഥനവും കൂർമാവതാരവും. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ദുർവാസാവു മഹർഷിക്കു ദേവനാരി നൽകിയോരു കൽപ്പകപ്പൂമാല മുനീന്ദ്രനു നൽകി. ഐരാവതം മാല നശിപ്പിച്ചു മുനി കോപിഷ്ടനായി ജരാനരബാധിക്കട്ടെ എന്നു ശപിച്ചു. ജരാനരബാധിച്ച ദേവേന്ദ്രനും സൂരാദികളും അസുരന്മാരോടു തോറ്റു ദുഃഖിതരായി. ബ്രഹ്മരുദ്രാദികളൊത്തു സുഖോദ്ഭവസ്ഥാനമായ ബ്രഹ്മസ്വരൂപ നിന്നോടെ ശരണം തേടി. ഭക്തർക്കു വരങ്ങൾ നൽകും ഗുരുവായൂരപ്പ ഭവാൻ ബ്രഹ്മസ്തുതി കേട്ടു മുന്നിൽ പ്രത്യക്ഷനായി. അസുരന്മാരോടു ചേർന്നു അമൃതു കടഞ്ഞെടുക്കൂ അസുരാരിയായ ദേവൻ അരുളി ചെയ്തു. ദേവാസുര സന്ധിയായി കടകോലം മന്ദരത്തെ കൊണ്ടുപോകും നേരമതു താഴെ വീണുപോയി. ദേവാദേവൻ മന്ദരത്തെ ഗരുഡൻ്റെ പുറത്തേറ്റി പാലാഴിയിൽ സമംഗളം സ്ഥാപിച്ചുവല്ലോ. ഔഷധി ബീജങ്ങളുള്ള പാലാഴിയിൽ ദേവാസുരർ വാസുകിയെ കയറാക്കി മഥിച്ച നേരം ദേവാ നിന്റെ കാപട്യത്താൽ വാസുകി തൻ തലഭാഗം അസുരജനങ്ങൾ തൻ്റെ കൈകളിലായി. കലങ്ങി മറിയപ്പെട്ട പാലാഴിയിൽ ഭാരം മൂലം മന്ദര പർവ്വതം മെല്ലെ താണുപോയല്ലോ. ദേവദുഃഖം തീർക്കുവാനായി ദേവദേവൻ നാരായണൻ കൂർമ്മമായി പാലാഴിയിൽ അവതരിച്ചു. സർവവ്യാപിന്ന വീടുന്നു അതീവ വിസ്തൃതമായ വജ്രത്തേക്കാൾ കഠിനമാം പുറം ചട്ടയാൽ താണുപോയ മന്ദരമാം പർവ്വതത്തെ മെല്ലെ പൊക്കി പാലാഴിയിൽ മഥനവും തുടർന്നുവല്ലോ. മന്ദരമുയർന്ന നേരം ദേവാസുരർ ഉത്സാഹത്താൽ മഥനവും ശക്തിയോടെ തുടർന്നുവല്ലോ. മഹാവിഷ്ണു അവരിലേക്കാവേശിച്ചു. അതുകൊണ്ടു മഹോത്സാഹികളുമായി ശക്തി വർദ്ധിച്ചു. തിരച്ചിലിൻ വേഗം കൂടി മന്ദരവും പൊങ്ങി വന്നു. ശ്രീവിക്രമൻ തൻ്റെ കയ്യു മുകളിൽ വച്ചു. ആകാശത്തു ബ്രഹ്മരുദ്ര ദേവാദികൾ ഇതു കണ്ടു ആഹ്ലാദത്താൽ പുഷ്പവൃഷ്ടി നടത്തിയല്ലോ. വാസുകി തൻ വിഷക്കാറ്റു അസുരർക്കു വിഷമമായി ദേവകളും അത്യധികം ബുദ്ധിമുട്ടവേ ഭഗവാനെ അവിടുത്തെ കാരുണ്യത്താൽ ദേവന്മാരിൽ അതിവർഷമുണ്ടായല്ലോ. അത്ഭുതം തന്നെ. ഏറെ നേരം മഥിച്ചിട്ടും മാറ്റമുണ്ടാവാത്തതിനാൽ ഏറ്റെടുത്തു മഥനത്തെ ഭഗവാൻ സ്വയം. വാസുകിയെ വലിച്ചു നൽമഥനത്തെ നടത്തുന്ന വാസുദേവ എൻ്റെ രോഗം മാറ്റിത്തരണേ. നാരായണ 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 വാതാലയേശ.